അവിടെ അയാളെ ആ വണ്ടിയും തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഒരു കാര്യം നടക്കുന്നില്ല. ട്രാക്ക് ചെക്ക് ചെയ്യുന്നതാ മുത്തശ്ശി. ഒരു ട്രാക്ക് എന്തോന്നാ അത്? മോളെ, ആ ഡയറക്ടറോടെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കണം. നീ വാ വാ. ഓ എടോ ഡയറക്ടറെ, നിങ്ങളിങ്ങനെ പുസ്തകം വായിച്ചോണ്ടിരുന്നാ മതിയോ? പണിയൊക്കെ നടക്കണ്ടേ? ഇത് സ്ക്രിപ്റ്റാണ് മാഡം. ഇത് വായിക്കണം, വായിച്ച് മാർക്ക് ചെയ്യണം. അതിനുശേഷമാണ് ഷൂട്ടിംഗ്. പ്രിയങ്കയ്ക്ക് അറിയാലോ. എനിക്കറിയാം. പിന്നെ ഡയറക്ടറെ, കാശ് ചെലവാക്കി ഞാൻ ഈ പടം പിടിക്കുന്നതേ എന്റെ ഈ മോൾക്ക് വേണ്ടി മാത്രമാണ്. ഇവിടെ ഇവൾക്ക് മേലെ ഒരാളും ഉണ്ടാവാൻ പാടില്ല. ഷൂട്ടിംഗ് സെറ്റല്ലേ മാഡം? എന്റെ ഭാഗത്ത് നിന്ന് എല്ലാവരോടും ഒരുപോലെ ആയിരിക്കും. എങ്കിലേ എല്ലാവരുടെയും നല്ല പെർഫോമൻസ് കിട്ടും. അതൊന്നും എനിക്കറിഞ്ഞൂടാ. നീ പറഞ്ഞോടി മോളെ. ഈ നിൽക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തനെ നീ വേണ്ടാന്ന് പറഞ്ഞ ഈ നിമിഷം മുത്തശ്ശി പറഞ്ഞു വിട്ടോളാം. നോക്കാം മുത്തശ്ശി. ആദ്യം ഷൂട്ട് തുടങ്ങട്ടെ. പ്രിയങ്ക സീൻ വായിച്ചില്ലേ? വായിച്ചു സർ. ഗെറ്റ് റെഡി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സർ, പോവാ മുത്തശ്ശി. നീ എന്തിനാടി അവനെ കയറി സാറേന്നൊക്കെ വിളിക്കുന്നേ? അവൻ നമ്മുടെ ശമ്പളക്കാരനല്ലേ? മാഡം, ഷോട്ട് റെഡി. അതെ പ്രിയങ്ക, ഹോട്ടലിൽ നിന്നും കൊലപാതകം കണ്ടതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങി നിൽക്കുന്ന സീനാണ്. ആ സിറ്റുവേഷൻ നേരിട്ട് കണ്ടതിന്റെ ഒരു ആഘാതം മുഖത്തുണ്ടാകണം. ഐ മീൻ സങ്കടമുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ പേടിയാണ്. കൂട്ടുകാരിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ടെൻഷൻ പ്രിയങ്കയുടെ മുഖത്തും. ഇതെല്ലാം അറിഞ്ഞിട്ടും പ്രിയങ്കയുടെ മുന്നിൽ ഒന്നും അറിയാത്തവളെ പോലെ അഭിനയിക്കുന്ന ഭാവം കസ്തൂരിയുടെ മുഖത്തും. സോറി സർ, എന്റെ ഫസ്റ്റ് ഷോട്ടില് ഇങ്ങനൊരാളുടെ കൂടെ അഭിനയിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അല്ല, നമ്മളിത് പ്ലാൻ ചെയ്താണല്ലോ. എനിക്ക് എന്റേതായ താല്പര്യങ്ങൾ കാണുമല്ലോ. ഫസ്റ്റ് ഏതെങ്കിലും സോളോ പ്ലാൻ ചെയ്താൽ മതി. What's going on, sir? How can we continue this? I'm sorry, കസ്തൂരി. അവരുടെ ഒരു നേച്ചർ അറിയാലോ. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും സർ. സത്യത്തെ സാറ് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാ ഞാനിത് എഗ്രിമെന്റ് ചെയ്തത്. പ്ലീസ് കസ്തൂരി, എല്ലാം നമുക്ക് ഓക്കെ ആക്കാം. ആദ്യത്തെ ഷോട്ടിൽ അവളുടെ കൂടെ അഭിനയിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു. മിസ്റ്റർ വരുൺ, one final question. ഷുവർ സർ. ആക്ച്വലി പറയാറുള്ള കാര്യമാണ്. ഒരു പിടി പച്ച മണ്ണ് വാരി തന്നിട്ട് അത് സ്വർണമാണെന്ന് പറഞ്ഞ് വിൽക്കാൻ പറഞ്ഞാൽ ഹൗ വിൽ യു റിയാക്ട്? ഞാനത് ഏറ്റെടുക്കില്ല സർ. ഒരു ഒബ്ജക്റ്റ് കാണിച്ച് മറ്റൊന്നാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് എത്ര ഉന്നതമായ ബിസിനസ് ആയാലും അത് ചീറ്റിങ്ങാ. മറിച്ച് ഒരു പിടി പച്ചമണ്ണ് വാരി കയ്യിൽ വെച്ചിട്ട് അതിന് സാധാരണ മണ്ണിന്റെ 10 ഇരട്ടി വിലയ്ക്ക് വിൽക്കേണ്ടി വന്നാൽ ഐ വിൽ ട്രൈ ഫോർ ദാറ്റ്. കാരണം നമ്മൾ വിലയെ ചോദിക്കുന്നുള്ളൂ. അവർക്ക് കൊടുക്കുന്നത് അവരാഗ്രഹിക്കുന്ന സാധനം തന്നെ. വെരി ഗുഡ് മിസ്റ്റർ വരുൺ. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, മറുപടി പറയുന്നതിലുള്ള വ്യക്തത, യു ജസ്റ്റ് ഇംപ്രസ്ഡ് us. ഓ, താങ്ക് യു വെരി മച്ച് സർ. ഓക്കെ, ദെൻ നമുക്കിനി സാലറി പാക്കേജ് സംസാരിക്കാം. ഞങ്ങളുടെ മാനേജിംഗ് പാർട്ട്ണർ ഇപ്പൊ വരും. ഓക്കെ. ഓ, മേഡം വന്നു.
എന്താ ഇന്റർവ്യൂവിന്റെ റിസൾട്ട്? മാഡം, ഇദ്ദേഹം ഹൈലി ക്വാളിഫൈഡ് ആണ്, എക്സ്പീരിയൻസ്ഡ് ആണ്. ഞങ്ങൾ ഏകദേശം ഫിക്സ് ചെയ്തു. മാഡത്തിന്റെ തീരുമാനം കൂടി അറിഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെ നോക്കിയ ഒരാളെ ഫിക്സ് ചെയ്യുന്നത്? കമ്പനിയിൽ ഉന്നതമായ ഒരു പൊസിഷനിലിരിക്കുന്ന ഒരാൾ സംസാരത്തിൽ മാത്രം എഫിഷ്യന്റ് ആയ പോരല്ലോ, പ്രവൃത്തിയിലും അങ്ങനെ ആയിരിക്കണം. ഈ ഇരിക്കുന്ന ആൾ റിയലി ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഹി വാസ് ദ ഫോമർ MD ഓഫ് കാണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. റിയലി? ഒരു ഇന്റർവ്യൂവിൽ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോ കൂട്ടത്തിൽ അത് പറഞ്ഞില്ലല്ലേ? എങ്കിൽ മനസ്സിലാക്കിക്കോളൂ, കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പതനം ഇയാളുടെ പിടിപ്പുകേട് കൊണ്ട് മാത്രമായിരുന്നു.